നമ്മളങ്ങനെ ഷിറോയിൽ നിന്നും ഉക്കൂറിലേക്ക് പോകണേട്ടാ. നമ്മുടെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയി അത് ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. ഇവിടെ ഷിറോയ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കുറേ ഒരുക്കങ്ങൾ നടപ്പുണ്ട്. അങ്ങനെ ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഉക്കൂറിലെത്തും കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് പിള്ളേരെ കണ്ടുകൂട്ടി അങ്ങനെ നമ്മൾ ഉക്കൂറിലെത്തിയേട്ടാ. അവിടെ ചിക്കനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ വീണ്ടും തള്ളിക്കൊണ്ട് തന്നെയുള്ള യാത്രയിലാണ്. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഒരു പുള്ളീനെ കണ്ടുകൂട്ടിയേട്ടാ. അപ്പോൾ പുള്ളി പറഞ്ഞ് വാ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് വിട്ടേട്ടാ. പാവം ഈ ഒരു വ്യക്തിയാണ് നമുക്കിതെല്ലാം മേടിച്ചെന്നത്. അങ്ങനെ പുള്ളീനോടൊക്കെ നന്ദി പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവരെ കണ്ടുകൂട്ടിയേട്ടാ. അപ്പോൾ ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് അവർ പുറകിൽ നിന്ന് വന്ന് വിളിച്ച് കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടു കേട്ടാ. അതിൽ വെള്ളം, കേക്ക്, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്നൊക്കെ ആയിട്ട് കഴിച്ചിട്ടാ. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ പോകണമെങ്കിൽ വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടുപിടിയേട്ടാ. അപ്പോൾ അവർ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇവരെല്ലാവരും പോണത് നേരെ ഷിറോയിലേക്കാണ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ചിക്കു അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരെ കണ്ടുമുട്ടി, അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അവർ നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്പേസും പിന്നെ സൈക്കിൾ ശരിയാക്കാനുള്ള ഏർപ്പാടൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞേട്ടാ. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, എവിടെയും കട കിട്ടൂല. അവസാനം ഇവരെനിക്കൊരു കട സെറ്റ് ചെയ്ത് തന്നേട്ടാ. അങ്ങനെ ആ കടയിൽ ചെന്നപ്പോൾ ആ കടക്കാരൻ ആന്ധ്രക്കാരനാണ്. അങ്ങനെ പുള്ളീനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പുള്ളി എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഏകദേശം 50% മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ രാവിലെ ഉണ്ടില്ലേ അവരുടെ അടുത്തേക്ക് വന്നിട്ടാ. ഇന്നത്തെ താമസം അവരുടെ കൂടെയാണ്.